ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയാസ് ആയ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, യൂട്യൂബ് ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അതിലൊരു 90% ആളുകളും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് യൂട്യൂബ്. നമ്മൾ പലപ്പോഴും രാത്രികളിൽ നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. യൂട്യൂബിൽ നമ്മൾ ഓരോരോ വീഡിയോസ് നമ്മൾ അതിന്റെ റെക്കമെൻഡേഷൻ ആയിട്ട് അടുത്ത വീഡിയോ നമ്മളിങ്ങനെ കണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ടൈമിനൊന്നും നമുക്ക് കിടന്നുറങ്ങാൻ പറ്റാറില്ല. പിറ്റേ നമുക്ക് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ കോളേജിൽ പോകുന്ന സമയത്തൊക്കെയാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ബട്ടണും അതുപോലെ തന്നെ ലൈക്കും, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് ഹോം പേജിൽ നമ്മൾ യൂട്യൂബിലാണ് നമ്മൾ ഒരു ദിവസത്തെ 3/4 സമയം നമ്മൾ ചിലവാക്കുന്നത് അല്ലേ. അപ്പോൾ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നല്ലൊരു വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഹോം പേജിൽ ഇവിടെ നമുക്ക് പ്രൊഫൈൽ ഐക്കൺ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. യു എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണിക്കും റൗണ്ടിൽ. അതൊന്ന് പ്രസ് ചെയ്യാം. അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഏറ്റവും ടോപ്പിലായിട്ട് സെറ്റിങ്സ് പറഞ്ഞിരിക്കുന്നൊരു ഐക്കൺ കാണാം. അതൊന്ന് പ്രസ് ചെയ്യാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ജനറൽ, അക്കൗണ്ട്, ഡാറ്റ സേവിങ് എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കതിൽ വേണ്ടത് ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനാണ്. ആ ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം റിമൈൻഡ് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ 2 എണ്ണം കാണിക്കുന്നുണ്ട്. ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞത് റിമൈൻഡ്, അത് റിമൈൻഡർ ഫ്രീക്വൻസിയാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മണിക്കൂർ കണ്ടതിന് ശേഷം അല്ലെ അരമണിക്കൂർ കണ്ടതിന് ശേഷം നിങ്ങൾക്കൊരു ഇൻ്റർവെൽ എടുക്കണം എന്ന് വിചാരിക്കുക. അത് നിങ്ങൾ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിമൈൻഡർ ഫ്രീക്വൻസി കൊടുക്കുന്നത്. ഈ റിമൈൻഡർ ഫ്രീക്വൻസി വഴി നിങ്ങൾക്ക് ഇവിടെ എത്ര മണിക്കൂർ വേണം, ഇവിടെ ഹവേഴ്സ് കാണിക്കുന്നുണ്ട്, അതിന് തൊട്ടടുത്ത് മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി 1.5 മണിക്കൂറാണ് വേണ്ടതെങ്കിൽ ഇവിടെ 1 മണിക്കൂർ 30 മിനിറ്റ്സ് നമുക്ക് ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 1 hour 15 മിനിറ്റ്സ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് 1 മണിക്കൂറാണ് വേണ്ടതെങ്കിൽ ഇവിടെ കണ്ടില്ലേ കൃത്യമായിട്ട് എവരി 1 hour. ഇപ്പോൾ എവരി 1 hour നമ്മളൊരു മണിക്കൂറൊക്കെ യൂട്യൂബ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് റിമൈൻഡ് ചെയ്യും. അതാ മതി മോനെ, മതിയാക്കിക്കോളൂ, ഏകദേശം 1 മണിക്കൂർ കണ്ടിട്ടുണ്ട്, കണ്ണ് വെറുതെ കേടാക്കണ്ട, കുറച്ച് ബ്രേക്ക് എടുത്തോളൂ എന്ന് പറയും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ റിമൈൻഡ് മീ വെൻ ഇറ്റ്സ് ബെഡ് ടൈം. നമ്മൾ രാത്രി സമയത്ത്, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. രാത്രി നമ്മൾ ഓരോരോ വീഡിയോസ് കണ്ട് നമ്മളിങ്ങനെ സമയം പോക്കുകയാണ് ചെയ്യുന്നത്. 10 മണിക്ക് 11 മണിക്ക് ഉറങ്ങേണ്ട നമ്മളെല്ലാം 1 മണിക്കൊക്കെയാണ് കിടന്നുറങ്ങുന്നത് യൂട്യൂബ് കണ്ടിരുന്നിട്ട്. അതിനുള്ളൊരു ഓപ്ഷനാണിത്. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ വെൻ മൈ ഫോൺസ് ബെഡ് ടൈം പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് തന്നെ നമുക്ക് ബെഡ് ടൈം സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. നിങ്ങളതൊന്ന് ആ സൈഡിലുള്ള അവിടെ ഒന്ന് ബ്ലൂ കളറിലേക്ക് ഒന്ന് ടിക്ക് ചെയ്യുക. കണ്ടല്ലേ. അപ്പോൾ നമുക്ക് താഴെ വരുന്നുണ്ട് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫോണിൽ പോയിട്ട് നമുക്ക് ബെഡ് ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബെഡ് ടൈം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. സ്ലീപ്പ് ബെറ്റർ വിത്ത് ബെഡ് ടൈം മോഡ്. ബെഡ് ടൈം മോഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് നല്ലപോലെ ഉറങ്ങാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഇതും ഒരു റിമൈൻഡർ തന്നെയാണ്. നമ്മളെ റിമൈൻഡ് ചെയ്യാണ് ഇത്ര ടൈം ആവുന്ന സമയത്ത് കിടക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളത്. അവിടെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഏതാണ് സെറ്റപ്പ് ബെഡ് ടൈം മോഡ് എന്നുള്ളവിടെ നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് ടൈം, സ്റ്റാർട്ട് ടൈമും അതുപോലെ തന്നെ എൻഡ് ടൈമും നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ക്ലോക്കിൻ്റെ പെൻഡുലം ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഏത് ടൈമാണോ വേണ്ടത് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. വീഡിയോ ഫുള്ളായിട്ട് കാണുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഒരു നേരം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള അറിവ് കിട്ടും. ഇവിടെ നമുക്ക് ടൈം കൊടുക്കേണ്ടത് AM ആണോ അല്ലെങ്കിൽ PM ആണോ എന്നുള്ള മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഈ വീഡിയോ ഒന്നും അധിക ചാനലും നിങ്ങൾ കാണാറില്ല, അതുകൊണ്ടാണ് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറയുന്നത്. ഇവിടെ നമുക്ക് പെൻഡുലം നമുക്ക് തിരിച്ചു വെച്ചുകൊണ്ട് AM ആണോ PM ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ചെയ്തു വെക്കാം. അത് പലരുടെയും ഡിപ്പെൻസ് ആണ്. പലരും രാത്രി കിടക്കുന്ന സമയം പലതായിരിക്കും. ചിലർ 9 മണിക്ക് കിടക്കുന്നവരുണ്ട്, ചിലർ 11 മണിയാവും, ചിലർ 12 മണിയാവും. അപ്പം ആ ടൈമും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. എത്ര മണിക്ക് ആണ് നമ്മൾ ബെഡ് ടൈം സെറ്റ് ചെയ്ത് വെക്കേണ്ടതെന്നുള്ളത്. ഒരു 10 മണിക്ക് അല്ലെങ്കിൽ 11 മണിയാണെങ്കിൽ നമുക്കിവിടെ കൃത്യം 11 മണി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ PM ആണെന്നുള്ള PM കൊടുക്കാം. പിന്നെ നമുക്കിവിടെ താഴെയായിട്ട് നമുക്ക് ഏതെങ്കിലും ചില ദിവസങ്ങളിൽ സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസം, ഇപ്പം തിങ്കളാഴ്ച വേണ്ട അല്ലെങ്കിൽ ചൊവ്വാഴ്ച വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് മൺഡേ ട്യൂസ്ഡേ നമുക്ക് ഒഴിവാക്കി വെക്കാം. ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്തിട്ട് താഴെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബെഡ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ആ ടൈം ആവുന്ന സമയത്ത് യൂട്യൂബ് നമ്മളോട് പറയും 11 മണിയായി, കിടന്നുറങ്ങിക്കോളൂ, ഉറങ്ങാനുള്ള സമയമായി എന്നുള്ളത്.
ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യൂസ് കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ തന്നെ കസ്റ്റം ചെയ്യാൻ പറ്റും ടൈം. അതായത് സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും, അതായത് എത്ര മണി മുതൽ എത്ര മണി വരെ നമുക്ക് യൂട്യൂബ് കാണണം എന്നുള്ളത് നമുക്ക് ചെയ്യാം. അതായത് വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ പകൽ സമയത്താണെങ്കിലും ഏത് ടൈമിലാണെങ്കിലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതായത് സ്റ്റാർട്ട് ടൈം നമ്മൾ ഇവിടെ നമുക്കൊരു ഏകദേശം ഒരു 9 മണി അല്ലെങ്കിൽ 10 മണിയാണ് നമ്മൾ വിചാരിക്കുക, അല്ലെങ്കിൽ 9:30 നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ 9:30 ആണ് വിചാരിക്കുന്നതെങ്കിൽ 9:30 PM നമ്മൾ വെച്ചു. അതായത് 9:30 മുതൽ ഞാൻ യൂട്യൂബ് കാണുകയാണ്. നമുക്ക് എത്ര മണിക്ക് അവസാനിക്കണം? ഏകദേശം ഒരു 11 മണി വരെ കണ്ടാൽ മതി. അതിലപ്പോഴത്തേക്ക് പോകുന്നില്ല, അപ്പോഴേക്ക് എനിക്ക് ഉറങ്ങണമെങ്കിൽ നാളെ രാവിലെ എനിക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൃത്യം ഇവിടെ 11 മണി എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ AM എന്നുള്ളത് PM ആക്കിയിട്ട് കൊടുക്കണം, എന്നാലേ കൃത്യമായിട്ടത് പറക്കാവുള്ളൂ. 11 PM മാറ്റി കൊടുക്കാം. അപ്പോൾ സ്റ്റാർട്ട് ടൈം നമ്മൾ 9:30 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 9:30 മുതൽ നമുക്ക് യൂട്യൂബ് കണ്ടു കഴിഞ്ഞാൽ 11 PM ആവുന്ന സമയത്ത്, രാത്രി 11 ആവുന്ന സമയത്ത് നമുക്ക് അലാറം വരും, നമുക്ക് ഒരു വൈബ്രേഷൻ വരും, ഒരു ബീപ്പ് സൗണ്ട് പോലെ വന്ന് നമ്മളോട് വാർണിംഗ് തരും, ടൈം ആയിട്ടുണ്ട്, കിടന്നുറങ്ങാൻ. ഇവിടെ ഞാനിത് 11:30 ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ട് ടൈം 9:30 PM, എൻഡ് ടൈം 11 PM. അപ്പോൾ ഇത്രയും ടൈം കഴിഞ്ഞാൽ, അതായത് 11 മണി ആയി കഴിഞ്ഞാൽ നമ്മളോട് ഉറങ്ങിക്കോളാൻ വേണ്ടി യൂട്യൂബ് തന്നെ പറയും. ഇനി അതിൻ്റെ താഴെ ഇവിടെ കാണിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, വെയിറ്റ് അൺടിൽ ഫിനിഷ് മൈ വീഡിയോ എന്നുള്ളത്. ആ ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ 11 മണിയായി എന്ന് വിചാരിക്കുക, 11 മണിക്ക് അലാറം അടിയാൻ പോകുന്ന സമയത്ത്, പക്ഷേ നമ്മൾ ചില ഒരു വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ചിലപ്പോൾ നമ്മൾ ആ വീഡിയോ കൂടി ഫിനിഷ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നാൽ മതിയെങ്കിൽ നമുക്ക് അതും കൂടി ടിക്ക് ചെയ്ത് വെക്കാം. അപ്പം 11 മണി ആയാലും നമുക്ക് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി അധികം വീഡിയോ കാണാനുണ്ടെങ്കിൽ അതും കൂടി കണ്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ കിടന്നുറങ്ങാൻ പറ്റും. ഇങ്ങനെയുള്ള 3 സെറ്റിങ്സ് ആണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് അധികം യൂട്യൂബേഴ്സും ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങളൊന്ന് ഇത് നിങ്ങളുടെ ഫോണിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇനി മുതൽ നിങ്ങൾക്ക് കൃത്യസമയത്ത് സ്കൂളിലെത്താനും ഓഫീസിലെത്താനും ഒക്കെ സാധിക്കും. നിങ്ങളുടെ ഉറക്കത്തിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്കായി പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.